വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന അനിശ്ചിതകാല സമരം 2 മാസത്തോട് അടുക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ദുരിതബാധിതരുടെ തീരുമാനം. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന ഈ സമരം 2 മാസത്തോട് അടുക്കുകയാണ്. മരുന്നിനും ചികിത്സക്കും വേണ്ടി ഈ പാവങ്ങൾ നടത്തുന്ന സമരത്തെ അധികൃതർ ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനുവരി 30-നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. 2017 ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവസാനം കാരണമില്ലാതെ ഒഴിവാക്കിയ 1031 പേരെ ലിസ്റ്റിൽ പെടുത്തുക. മറ്റൊന്ന്, എൻഡോസൾഫാൻ യോഗം നടന്നിട്ട് 1 വർഷത്തിലധികമായി. ആ യോഗം ചേരുക. 2011 ശേഷം ജനിക്കുന്ന കുട്ടികൾ എൻഡോസൾഫാൻ പട്ടികയിൽ പെടാൻ അർഹതയില്ല എന്ന് പറയുന്ന അടുത്ത കാലത്ത് ഇറങ്ങിയ ഉത്തരവ് പിൻവലിക്കുക. 2017 മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ദുരിതബാധിതരാണെന്ന് കണ്ടെത്തി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ശേഷം പിന്നീട് പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയ 1031 പേർക്ക് നിലവിൽ സൗജന്യ ചികിത്സയോ മരുന്നോ ലഭിക്കുന്നില്ല. ഏറെ ദുരിതപൂർണമാണ് ഇവരുടെ ജീവിതം. നമുക്ക് കുഞ്ഞാളിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അടുത്ത ആടിലാക്കിയിട്ട് വില ഇന്നിപ്പോൾ കൂട്ടിയിട്ട് തന്നെ വന്നതാണ്. നമ്മളെ കഷ്ടപ്പാട് കാണുന്നില്ല അവർ. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മളെ കാലശേഷം മക്കളെ ആരും നോക്കുന്നില്ല, ഒരു ചിന്തയാണ് നമുക്കുള്ളത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങളുമായി പാർട്ടികൾ എൻഡോസൾഫാൻ ദുരിതബാധിതരെ തേടിയെത്താറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടികൾ ആരും ഇവരെ തേടി വന്നിട്ടില്ല. തങ്ങളുടെ വോട്ട് പോലും വേണ്ടേ എന്നാണ് ഈ പാവങ്ങളുടെ ചോദ്യം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.